ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ സ്പ്രൗട്ടഡ് റാഗി പൗഡറിനെ പറ്റിയാണ്. ഭയങ്കര ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു പൗഡറാണ് റാഗി. റാഗിക്കകത്ത് ഏറ്റവും കൂടുതലുള്ളത് കാൽഷ്യമാണ്. പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അയൺ ഉണ്ട്. റാഗിക്ക് നമ്മുടെ നാട്ടിൽ മുത്താറിയെന്നും പഞ്ഞിപ്പുല്ലെന്നും പറയും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ റാഗിയാണ്. ഈ റാഗി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരു 10-12 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് തെളിഞ്ഞൊരു വെള്ളം കിട്ടുന്നത്. കാരണം ഇത് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ടാണ് നമുക്കിതുപോലെ ബ്രാൻഡഡായ പാക്കറ്റ്സിലും ലൂസായിട്ടൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. റാഗി എന്ന് പറയുന്നത് ഒരു കോമൺ മാൻസ് ഫുഡാണ്. അതിന് അത്രയും വിലയില്ല, പക്ഷേ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ് താനും. അമംഗ് ഓൾ സിറിൽ ആൻഡ് പൾസസ് റാഗിയാണ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ്. എല്ലാ പ്ലാന്റ്സിനും അവരുടേതായ ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് സ്പ്രൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് മുളപ്പിച്ച് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രെയിന് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുളച്ച് കഴിയുമ്പം അതിൻ്റെ എനർജി ലെവൽ ഡബിൾ ആവുക ചെയ്യുന്നത്. ആക്ച്വലി ഒരു ട്രഷർ ബോക്സ് പോലെയാണ്. അത് സ്പ്രൗട്ട് ചെയ്ത് അല്ലെങ്കിൽ മുളച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഗുഡ് ന്യൂട്രിയൻസ് ഡബിൾ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ന്യൂട്രിയൻസ് ഒരുപാട് കിട്ടും. യോഹന്നാൻ്റെ ഫസ്റ്റ് ഫുഡ് റാഗി തന്നെയായിരുന്നു കേട്ടോ. ഞാനത് ഓപ്റ്റ് ചെയ്യാൻ കാരണം കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. റാഗി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫസ്റ്റ് വാഷിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തോരം ചെളി ഈ റാഗിക്കകത്തുണ്ടെന്നുള്ളതും. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൊള്ളയായിട്ടുള്ള സീഡ്സും ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അരിപ്പ ഇതുപോലെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ടത് പിന്നെയും വാഷ് ചെയ്യുക. ഞാൻ സാധാരണ ഒരു 10-12 പ്രാവശ്യമാണ് വാഷ് ചെയ്യുന്നത്. ഒരു 10ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴാണ് നല്ല തെളിഞ്ഞ വെള്ളം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ 2 പ്രാവശ്യം കൂടെ ഞാൻ വാഷ് ചെയ്യും. ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ കുഞ്ഞു പിള്ളേർക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും പല രീതിയിൽ കൺസ്യൂം ചെയ്യാം. പല പലഹാരങ്ങളും റാഗി പൗഡർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. റാഗീൻ്റെ പുട്ടുണ്ടാക്കാം, റാഗീൻ്റെ ഉപ്പുമാവ്, പറാട്ടകൾ, ചപ്പാത്തീസ്, റൊട്ടി, ഐസ്ക്രീംസ് ഉണ്ടാക്കാം, ഹൽവ ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ റാഗി പൗഡർ കൺസ്യൂം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ 12ാമത്തെ പ്രാവശ്യത്തെ വാഷും കഴിഞ്ഞു. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി റാഗി നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ് വെള്ളത്തിൽ. ഇതുപോലെ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാനിതിപ്പോൾ ഒരു അടുപ്പുകൊണ്ട് മൂടിയിട്ട് 10 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത്. പത്ത് മണിക്കൂറിന് ശേഷം ഇതുപോലെ വലിയൊരു അരിപ്പയിലേക്ക് ആ വെള്ളം നന്നായിട്ട് ഊറ്റിക്കഴിഞ്ഞ് റാഗി മാറ്റി വെക്കും. ഒരു 40-45 മിനിറ്റ്സ് മതി. വെള്ളമൊക്കെ നന്നായിട്ട് പോകും. പിന്നെയുള്ളത് സ്പ്രൗട്ടിംഗ് പ്രോസസ്സാണ്. ഞാൻ ചെയ്യുന്ന രീതി ഇതുപോലെ കുഴിയുള്ള ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രമാണിത്. അരിപ്പ പോലത്തെ പാത്രം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് എയർ പാസേജിന് വേണ്ടിയാണ്. ആ അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് നല്ലൊരു കോട്ടൺ തുണി വിരിച്ചിട്ടിട്ട് ഇനി ഈ കോട്ടൺ തുണിയിലേക്ക് ആ റാഗി കെട്ടാൻ പോവുകയാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. സാധാരണ ചെറുപയറൊക്കെ നമ്മൾ മുളപ്പിക്കുന്ന പോലെ റാഗി ഒരു ഡബയിലേക്കിട്ട് ഒരു നല്ല മൂടി വെച്ചിട്ട് സ്പ്രൗട്ട് ചെയ്തെടുത്താലും മതി. ചിലരിത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഞാൻ പക്ഷേ ലൂസായിട്ടാണ് ഇത് കെട്ടി വെക്കാറ്. ഈ കാണിക്കുന്ന പോലെയാണ് ഞാൻ ഈ റാഗി കെട്ടി വെക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ടൈറ്റായിട്ട് ഒരിക്കലും ഇത് കെട്ടാറില്ല. ലൂസായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് വെക്കാറേ ഉള്ളൂ. എന്നിട്ടത് ലൂസായിട്ട് തന്നെ ഈ പാത്രത്തിലേക്ക് വെക്കും. 24 മുതൽ 30 മണിക്കൂർ വരെ നമുക്ക് വെക്കാം. 24 hours കഴിഞ്ഞാൽ എന്തായാലും അത് സ്പ്രൗട്ടാവും. അത് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നമുക്ക് വെക്കാം. ഇതുപോലെ ഒരടുപ്പുകൊണ്ട് മൂടിയിട്ട് ഞാനത് മാറ്റി വെക്കും. റാഗിനെ പറ്റി ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. തെറ്റിദ്ധാരണകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിന് ആദ്യമായിട്ട് റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലെ പോകുന്നു, കഴിച്ചിട്ട് ഛർദ്ദിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ തെറ്റായ ഒരു രീതിയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഞാൻ 32 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് സ്പ്രൗട്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെക്കുമ്പം അത് സ്പ്രൗട്ട് ആയിട്ടില്ല, 32 മണിക്കൂർ കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കെട്ടി വെച്ചാൽ മതി. ഇനി ബോക്സിലാണ് മുളപ്പിച്ചെടുക്കുന്നതെങ്കിൽ അത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് സ്പ്രൗട്ട് ആയിക്കോളും. ഇനി ഞാനിത് സൺ ഡ്രൈ ചെയ്യാൻ പോവാണ്. സൺ ഡ്രൈ ഒരു 3 ദിവസമാണ്. രാവിലത്തെ 1 മണിക്കൂറിൽ വെയിലാണ് ഞാൻ ഈ പ്രോസസ്സിങ് ചെയ്യുന്നത്. നല്ല വെയിലുള്ളിടത്ത് 2 ദിവസമൊക്കെ ധാരാളം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേർക്ക് കൊടുക്കുന്ന തെറ്റായ രീതി എന്നുള്ളത്, നമ്മൾ പിള്ളേർക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത്, അവർ പിള്ളേർക്ക് പാല് മാത്രമാണ് ആദ്യം കൊടുക്കുക. അതായത് റാഗി വെള്ളത്തിൽ 15 മിനിറ്റ് സോക്ക് ചെയ്ത് അല്ലെങ്കിൽ അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുത്ത് പാല് മാത്രം പിള്ളേർക്ക് കുറുക്കി കൊടുക്കും. അതിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ ആ സീഡ് അവർ കളയും. ആ ന്യൂട്രിയൻസ് മൊത്തം ഇരിക്കുന്നത് സീഡ്സിലാണ് അല്ലെങ്കിൽ ആ തൊണ്ടിലാണ് അതിരിക്കുന്നത്. അത് കളഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പിള്ളേർക്ക് ഒരു ന്യൂട്രിയൻസും കിട്ടുന്നില്ല. പാല് മാത്രം കുടിക്കുമ്പോഴാണ് ഈ പറയുന്ന വോമിറ്റിംഗ് അല്ലെങ്കിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസൊക്കെ വരുന്നത്. ഇതിപ്പോൾ 3 ദിവസം സൺ ഡ്രൈ ചെയ്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത മുളച്ച റാഗിയാണിത്. ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പാന് നന്നായിട്ട് ചൂടാക്കിയ ശേഷം തീ കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണം. ഈ പ്രോസസ്സിങ്ങിന് ഒരു 4 to 5 മിനിറ്റ്, 5 മിനിറ്റ് ധാരാളമാണ്. കണ്ടിന്യൂസ്ലി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കാലം ഈ പൊടി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ 1 മാസം, ചിലപ്പം ചിലവരൊക്കെ 3-4 മാസം വെക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയാണ് ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്ത ശേഷം വലിയൊരു പാത്രത്തിലേക്ക് അത് തണുക്കാനായിട്ട് വെക്കണം. മുളച്ച റാഗി നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. അത് തണുക്കാൻ വെച്ചു. തണുത്ത ശേഷം മാത്രമേ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോടെ ഒരിക്കലും നമ്മൾ ഗ്രൈൻഡ് ചെയ്യരുത്. തണുത്ത ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. നമ്മൾ സാധാ പൗഡേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുക. പൾസ് മോഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 6 മാസത്തിന് ശേഷം കാൽഷ്യം എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് ഒരുപാട് വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യോഹന്നാന് ഈ ഒരു ഫുഡ് ഓപ്റ്റ് ചെയ്തത്. നമ്മൾ പിള്ളേർക്ക് എല്ലാ ദിവസം ഇത് അവരുടെ മെനുവിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പല രീതികളിലും നമുക്ക് കൊടുക്കാം. 1 വയസ്സിന് ശേഷം അത് കുറുക്കായിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ അങ്ങനെ പല രൂപത്തിലും എടുക്കാം. 6 മാസത്തിന് ശേഷം പല ടൈപ്പ് കുറുക്കുകൾ അല്ലെങ്കിൽ പ്യൂറീസിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറുക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിള്ളേർക്ക് എല്ലാ ദിവസവും ഒരേ രീതി കൊടുക്കുമ്പം ഒരു മടുപ്പ് വരും. മിക്സിക്കകത്ത് പൗഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു അരപ്പ് വെച്ച് ഇതുപോലെ അരച്ചെടുത്താൽ മതി.
അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ഹോം മെയ്ഡ് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. ഇത് 2 രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പ്ലാസ്റ്റിക് ബോക്സസിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസിലും വെക്കാം. നമ്മൾ പ്ലാസ്റ്റിക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി നോക്കണം. ഒരുപാട് നാൾ, ഒരു 5-6 മാസമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് ആയിരിക്കും നല്ല ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്പ്രൗട്ടഡ് റാഗി പൗഡർ. ഇത് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. എല്ലാ ദിവസവും ഒരു നേരം ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.